ഇപ്പം പിന്നെ ഇത് കൊണ്ടുപോയി കളക്ടർ ഓഫീസിൽ വെക്കുക. എന്നിട്ട് അവിടുത്തെ തീരുമാനം നമുക്ക് അറിയാതെ നമ്മൾ കൊണ്ടുവരില്ല. ഒപ്പം തന്നെ ഈ പോളിന്റെ മകൾ കൂടി ചേരുന്നുണ്ട്. എന്താണ് കുടുംബം നിലവിൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം? ചികിത്സ കിട്ടിയിട്ടില്ല. അതിനെ പറ്റിയുള്ള തീരുമാനം എനിക്ക് അറിയണം. ഒരാൾക്ക് ഗതി പറയരുത്. ഇങ്ങനത്തെ ഒരു ഗതി ആർക്കും പറയാൻ ഇടവരരുത്. പക്ഷെ ഇതേപോലെ തന്നെ കഴിഞ്ഞ ശനിയാഴ്ച ആ കൊച്ചു പറഞ്ഞിട്ടാ പിറ്റേ ശനിയാഴ്ച ഒരാഴ്ച 8 ദിവസം തികയുന്നതിന് മുമ്പേ എനിക്ക് ആ ഗതി വന്നു. അതുകൊണ്ട് ഈ ഗതി വരരുതെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു കാര്യം ഇവിടെ നടപ്പാക്കില്ല ഇവിടുത്തെ സർക്കാർ. ഞങ്ങൾക്ക് തീരുമാനം അറിയണം. ചികിത്സ കിട്ടിയിട്ടില്ല എൻ്റെ അച്ഛന്. ചികിത്സ കിട്ടിയെങ്കിൽ എൻ്റെ പപ്പ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നു. ചികിത്സ ഇനി ആർക്കും ഗതി വരരുത്. മാനന്തവാടിയിൽ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ചികിത്സ കിട്ടിയില്ല എന്നാണല്ലോ പറയുന്നത്. അതെ, ചികിത്സ കിട്ടിയുമില്ല. അവിടെ കൊടുക്കാൻ പറ്റില്ല എന്നിട്ടും അവരവിടെ വൈകിപ്പിച്ചും ചെയ്തു. എത്രയോ മണിക്കൂർ മുമ്പ് കോഴിക്കോട്ടേക്ക് ആംബുലൻസ് പോകും എന്ന് പറഞ്ഞ് എപ്പോഴാണ് പോയത്? ആളുടെ അവസ്ഥ തീരെ മോശമായ പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയത്. ചികിത്സ ലഭിച്ചിട്ടില്ല. ചികിത്സയ്ക്ക് അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് അവർ മാറ്റണമായിരുന്നു. അതിനും അവർ തയ്യാറായിട്ടില്ല. ഇപ്പൊ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ നഷ്ടപരിഹാരവും ജോലി സംബന്ധിച്ചൊക്കെ എൻ്റെ അപ്പൻ ഈ കുടുംബത്തിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം എനിക്ക് കിട്ടണം. ഇവിടുത്തെ കടങ്ങൾ വീട്ടണം. എൻ്റെ പഠിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം. എൻ്റെ അമ്മയുടെ ജോലി ഒരു കുറവ് ഞങ്ങൾക്ക് വരുത്താതെ, ഞങ്ങൾക്ക് അങ്ങനെ വരുത്താതെ കൊണ്ടുപോകുന്നോണ്ടിരുന്നത് എൻ്റെ പപ്പ. അപ്പം ആ കുറവ് അതങ്ങനെ എനിക്ക് എൻ്റെ അപ്പനെ നഷ്ടമാക്കിയത് എങ്ങനെയാ? ആ ചികിത്സേൻ്റെ കുറവും കൊണ്ടാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാവുമായിരുന്നു. പ്രജിൻ, അത് തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അർഹമായ നഷ്ടപരിഹാരവും ഒപ്പം തന്നെ ജോലിയും ആ കുടുംബത്തിന് ലഭിക്കണമെന്ന് പറയുന്നു. ഇല്ലെങ്കിൽ സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. അതോടൊപ്പം തന്നെ LDFും UDFും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ അതിർത്തികളിൽ വാഹനങ്ങൾ തടയുമെന്ന കാര്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. എന്താണെങ്കിലും ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനായിരിക്കും ഇന്നും വഴിയൊരുങ്ങുക. പ്രജിൻ, രാഹുൽ സുരേഷാണ് മരിച്ച പോളിന്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.